ഇതൊന്ന് ഷെയർ ചെയ്തോട്ടെ? ആ ശരി ശ്രുതി. ഇത് പാത്ത് എടുത്തപ്പം മുകളില് ഒറാക്കിൾ ജാവ പാത്ത് അങ്ങനെയാ കാണിക്കുന്നത്. JDK കാണിക്കുന്നില്ല. ജെഡിക്ക് അവിടെ കാണിക്കണം എന്നില്ല. ഒരു കാര്യം ചെയ്തേ, ഇല്ല CMD അല്ലേ? ഓപ്പൺ ചെയ്തേ ഇനി ശ്രുതി. ആ ആ ആ ഇത് ജാവ വേർഷൻ ചെക്ക് ചെയ്യാണ്. ആ ജാവ വേർഷൻ ചെക്ക് ചെയ്യുന്നു. വേർഷൻ കിട്ടിയല്ലോ അല്ലെ. ഇനി ജെൻകിൻസ് ഡൗൺലോഡ് ആ, ചെയ്തായിരുന്നോ? ഇല്ല, ഞാൻ ചെയ്തില്ല. എനിക്ക് ആ വീഡിയോയിലൊന്നും മനസ്സിലാവില്ല. ഇത് ഇങ്ങനെ തന്നെയാണോ ജെൻകിൻസ് എന്ന് അതെ അതെ, കാണിച്ചു. ഇതങ്ങനെ തന്നെയാണ്. ഇനി ജെൻകിൻസ് ഡൗൺലോഡ് ചെയ്തിടാ. ജെൻകിൻസ് ആ ഡൗൺലോഡ് ആ സെർച്ച് ചെയ്തേ. ജെൻകിൻസ് ഡൗൺലോഡ്. ആ ഡൗൺലോഡിൽ ഫസ്റ്റ് വൺ അല്ലേ? ഡൗൺലോഡ് ആൻഡ് ഡിപ്ലോയ്. ഹലോ. ഡൗൺലോഡ് ആൻഡ് ഡിപ്ലോയ്. അല്ല വാർ ഫയൽ ഡൗൺലോഡ് ആ ആവട്ടെ. ഞാൻ ആ ഓക്കെ. ഓപ്പൺ ഇനി ചെയ്യല്ലേ? ഓപ്പൺ ചെയ്യണ്ട, നേരെ CMD വരിക. ആ CMD ആ എടുക്കുക. ഉം. ജാവ സ്പേസ് ഹൈഫൻ ജാർ സ്പേസ് ജെൻകിൻ, സോറി, ആദ്യം CD ഡൗൺലോഡ്സ്. CD സ്പേസ് ഡൗൺലോഡ്സ്. അതെ. ഇനി കൊടുക്കൂ, ഞാൻ പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യൂ. ജാവ സ്പേസ് ഹൈഫൻ ജാർ സ്പേസ് ജെൻകിൻസ് ഡോട്ട് വാർ സ്പേസ് ജെൻകിൻസ് ഡോട്ട് വാർ. അല്ലേ? എലോ കൊടുക്കട്ടെ അത്? അലോ കൊടുക്കും. ഇതില് ഇപ്പൊ ഇവിടെ പ്ലീസ് യൂസ് ദ ഫോളോയിങ് പാസ്വേഡ് ടു പ്രൊസീഡ് ടു ഇൻസ്റ്റലേഷൻ എന്നിട്ടൊരു ആൽഫന്യൂമറിക് വാല്യൂ ഇല്ലേ, അതൊന്ന് കോപ്പി ആ എടുത്ത് എന്നിട്ട് ക്രോമിൽ വന്നിട്ട് ടൈപ്പ് ചെയ്യൂ ലോക്കൽ ഹോസ്റ്റ് കോളൻ 8080.
ഇവിടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് ആയിട്ട് അത് കൊടുത്തേ, ആ പാസ്വേഡ് കൊടുത്തേ, കണ്ടേ? ഇൻസ്റ്റാൾ സജസ്റ്റഡ് പ്ലഗിൻസ് ഇൻസ്റ്റാൾ എടുക്കാം. സജസ്റ്റഡ് പ്ലഗിൻസ്. ഓക്കെ, ബാക്കിയുള്ളവര് CMD ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓക്കെ, നീമയും സോനയും സ്റ്റാർട്ട് ചെയ്തോളൂ. ഫസ്റ്റ് കൊടുക്കേണ്ട കമാൻഡ് CD ഡൗൺലോഡ്സ്. സെക്കൻഡ് കൊടുക്കേണ്ട കമാൻഡ് അത് കൊടുത്തപ്പോ എന്നാ ജെൻകിൻസ് ഇസ് ഫുള്ളി അപ്പ് ആൻഡ് റണ്ണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീക്കുക. ഓക്കെ. സോ അപ്പൊ എന്ത് ചെയ്യാ, ലോക്കൽ ഹോസ്റ്റ് കോളൻ 8080 എന്ന് ക്രോമിൽ വന്ന് സെർച്ച് ചെയ്തോളൂ. ഓക്കെ, സെർച്ച് ചെയ്തു. അപ്പോ നമ്മുടെ ജെൻകിൻസിന്റെ ഒരു സൈൻ ഇൻ പേജ് വന്ന് നിൽക്കുന്നുണ്ടോ? അപ്പൊ സൈൻ ഇൻ പേജിൽ നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തപ്പോ ഒരു യൂസർ നെയിം പാസ്വേഡ് കൊടുത്തില്ലായിരുന്നോ? ആ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് എൻ്റർ ചെയ്തേ. എൻ്റർ ചെയ്തു. സോന എൻ്റർ ചെയ്തായിരുന്നോ? സോന പോയോ? Hi Sona.
എന്റെ നെറ്റ് കണക്ഷൻ പോയി, അതാണ്. കുഴപ്പമില്ല. സോന ഇത് ഒന്ന് ഇതിലേക്ക് ലോഗിൻ ചെയ്യണേ, ജെൻകിൻസിലേക്ക്. ഡൗൺലോഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യണ്ടേ? ഞാൻ 2 കമാൻഡ്സ് തന്നായിരുന്നു, അത് കിട്ടിയായിരുന്നോ? ഞാൻ ഒരു വട്ടം കൂടെ കോപ്പി പേസ്റ്റ് ചെയ്ത് തരാമേ. CD ഡൗൺലോഡ്സ്, പിന്നെ ജാവ സ്പേസ് -jar jenkins.var. ഓക്കെ ഓക്കെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി അപ്പോ ജെൻകിൻസ് ഈസ് ഫുള്ളി അപ്പ് ആൻഡ് റണ്ണിംഗ് കൊണ്ട് വന്നായിരുന്നോ? അത് വന്നു. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ക്രോമിൽ പോയിട്ട് localhost:8080 സെർച്ച് ചെയ്യൂ. ഓക്കെ. അപ്പം സൈൻ ഇൻ ടു ജെൻകിൻസ് എന്ന് പറഞ്ഞിട്ട് യൂസർ നെയിം പാസ്വേഡ് അതല്ലേ? അതെ, യൂസർ നെയിം പാസ്വേഡ് അതാണ്. റീട്രൈ കൊടുക്കൂ ശ്രുതി, റീട്രൈ കൊടുക്കൂ. ഇതിനകത്ത് യൂസർ നെയിമും പാസ്വേഡും ആണോ അതോ അതെങ്ങനെയാ? അത് ഇന്നലെ ഒരു യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോ? പക്ഷെ യൂസർ നെയിം രണ്ടും കൂടെ ആണോ കൊടുത്തേന്ന് ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ, ബിക്കോസ് നമുക്കത് കൃത്യമായിട്ട് കൊടുക്കണം. ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് ഓർമ്മ വേണേ. സേവ് ചെയ്ത് വെക്കണം കേട്ടാ. ഞാൻ സോനാണ് കൊടുത്തത്. Save and finish. Start using Jenkins. Start using Jenkins. എല്ലാവർക്കും ഈ ഒരു പേജ് കിട്ടിയായിരുന്നോ? ന്യൂ ഐറ്റം എന്ന് പറഞ്ഞിട്ട് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാനേ, നമുക്കിനി ജെൻകിൻസിന്റെ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജെൻകിൻസിൽ നമുക്കിനി ഒരു ജോബ് സെറ്റ് ചെയ്യണം. സോ ജോബ് സെറ്റ് ചെയ്യാനായിട്ട് ജെൻകിൻസിൽ ജോബ് സെറ്റ് ചെയ്യാന്ന് വെച്ചാല് നമ്മള് ജെൻകിൻസിൽ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിൽഡിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, അതായത് ഒരു നമ്മൾക്ക്
ജെൻകിൻസ് പ്രൊഡക്ഷനിലെ കമ്പനിയിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മളൊരു ഇതിലേക്ക് എന്താ പറയാ, നമ്മളൊരു എൻവയോൺമെന്റിലേക്ക് ഇതിലേക്ക് ഒരു എൻവയോൺമെന്റിലേക്ക് എക്സിക്യൂട്ടബിൾ ആയിട്ട് നമ്മളുടെ കോഡിനെ പുഷ് ചെയ്യാനുള്ള കോഡിനെ കൊടുക്കാനാണ് നമ്മൾ ജെൻകിൻസ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രിഗർ ചെയ്യുന്നതാണ് ബിൽഡ്. അതായത് നമ്മളുടെ ചേഞ്ചസ് എല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ബിൽഡ് ട്രിഗർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ സെറ്റപ്പ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ന്യൂ ഐറ്റം എന്നിട്ടുള്ള ഓപ്ഷൻ ഇല്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഒരു ജസ്റ്റ് ഒരു നെയിം കൊടുത്തു. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ലൈവ് പ്രൊജക്ട് എങ്ങാനും കൊടുത്തോളൂ. ജസ്റ്റ് ഒരു ടൈറ്റിൽ ആണ് കേട്ടോ, അതിപ്പോ സ്പേസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ടൈറ്റിൽ അത്രേ ഉള്ളൂ. അതിൽ ഫ്രീ സ്റ്റൈൽ പ്രൊജക്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, സോനയും നീമയും ഫോളോ ചെയ്യുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ജനറലിലൊന്നും ചെയ്യാനില്ല. സോഴ്സ് കോഡ് മാനേജ്മെന്റ് എടുക്കുക, അതിൽ ഗിറ്റ് സെലക്ട് ചെയ്യുക കേട്ടോ. ഇവിടെ കൊടുക്കേണ്ടത് നമ്മള് നമ്മുടെ പ്രൊജക്ടിന്റെ ചേഞ്ചസ് ഒക്കെ പുഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഗിറ്റ് റെപ്പോ ഇല്ലേ, ആ ഗിറ്റ് റെപ്പോന്റെ URL ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ജാവാസ്ക്രിപ്റ്റ് ബേസിക്സിന്റെ URL കൊടുക്കണം. ജാവാസ്ക്രിപ്റ്റ് ബേസിക്സ് അല്ല, നമ്മള് ലൈവ് പ്രൊജക്ടിന്റെ പ്ലേ റൈറ്റിന് നമ്മളൊരു ഇത് കൊടുത്തില്ലായിരുന്നോ? പ്ലേ റൈറ്റിലേക്ക് ഇതിലല്ലേ നമ്മളുടെ ചേഞ്ചസ് ഉള്ളത്. URL എടുത്തോ, അത് കൊണ്ടുപോയി നമ്മളുടെ ജെൻകിൻസില് തൊട്ടടുത്ത ടാബ് റെപ്പോസിറ്ററി URL താഴ്വ അതൊന്നും കൊടുക്കണ്ട, ക്രെഡൻഷ്യൽസ് നൺ തന്നെ വെച്ചോളൂ. ട്രിഗേഴ്സില് ഇവിടെ ബ്രാൻഡ് സ്പെസിഫയറിൽ മാസ്റ്റർ മാറ്റിയിട്ട് മെയിൻ ആക്കുക കേട്ടോ. ബ്രാൻഡ് സ്പെസിഫയറിൽ മാസ്റ്റർ സ്മോൾ ലെറ്ററിൽ മെയിൻ കൊടുക്കും. ഇത് എത്തിയോ സോന, നീമ? ഇനി നെക്സ്റ്റ് ട്രിഗേഴ്സ്, താഴേക്ക് വരൂ. ട്രിഗേഴ്സില് ബിൽഡ് പീരിയോഡിക്കലിയും ടിക്ക് ചെയ്യുക, പോൾ SCM ടിക്ക് ചെയ്യുക. ബിൽഡ് പീരിയോഡിക്കലി ആൻഡ് പോൾ SCM. ഈ ബോക്സിൽ എന്താ കൊടുക്കണ്ട? ഒന്നും കൊടുക്കണ്ട. ബോക്സിൽ കൊടുക്കാനുള്ള കണ്ടന്റ് ഞാൻ പറയാം, അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് പറയാം, എന്നിട്ട് ഇതിന്റെ കണ്ടന്റ് തരാം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി ആണ്. അതായത് എത്ര ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യണം, മനസ്സിലായോ? അതായത് എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ബിൽഡ് പീരിയോഡിക്കലി അല്ലെങ്കിൽ പോൾ SCM എന്ന് പറഞ്ഞിട്ടുള്ള സ്കെഡ്യൂളിൽ മാർക്ക് ചെയ്യേണ്ടത്. അതായത് മൺഡേ ടു ഫ്രൈഡേ അറ്റ് 5 PM ഒരു ഫിക്സഡ് ടൈമിങ്ങിൽ എന്ത് ചെയ്യണം, ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ബിക്കോസ് ഒരു കമ്പനിയിലെല്ലാം വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു തവണ മാത്രമല്ല അല്ലെ ഒരു ചേഞ്ചസ് പുഷ് ചെയ്യുക, പല തവണ നമ്മൾ ചേഞ്ചസ് പുഷ് ചെയ്യും, പല തവണ പല ടെസ്റ്റ് കേസ് നമ്മൾ പുഷ് ചെയ്യും, അല്ലെങ്കിൽ ഉള്ള ടെസ്റ്റ് കേസ് തന്നെ അപ്ഡേഷൻസ് ചെയ്യും, ഒക്കെ ചെയ്യും. അപ്പൊ അതിനെല്ലാം എക്സിക്യൂട്ടബിൾ ആണ് എന്ന് കൺഫേം ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മളുടെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പീരിയോഡിക്കൽ ബിൽഡ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. യൂഷ്വലി കമ്പനീസിൽ നമ്മളല്ല ചെയ്യുക, അതിന് ഓൾറെഡി നമുക്ക് CI/CD ടീം എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ടീം ഉണ്ടാവും. ഓക്കെ, ഇത് പക്ഷെ സ്റ്റിൽ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ഒരു ജെൻകിൻസ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്ന ഈ ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്രോൺ ജോബ്, CRONJOB. ഓക്കെ,
അതെവിടെയാ CRO? ക്രോൺ ജോബ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. നമ്മളിപ്പോ പാസ് ചെയ്യാൻ പോകുന്ന വാല്യൂവിനെ പറയുന്ന പേരാണ് ക്രോൺ ജോബ്. ഒന്ന് ചാറ്റ് നോക്കുക കേട്ടോ. അതായത് എപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ബിൽഡ്, അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻസിയിലാണ് എനിക്ക് എൻ്റെ ബിൽഡ് എൻ്റെ ഫയൽസിനെ എക്സിക്യൂട്ടബിൾ ആക്കേണ്ടത്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് 2 ടൈമിംഗ് ആയിരുന്നു. യൂഷ്വലി ഇപ്പൊ നമുക്ക് ഇപ്പൊ US ക്ലയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ ടൈമിംഗ് ഒരെണ്ണുണ്ടാവും, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിംഗ് ഒരെണ്ണുണ്ടാവും. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയുള്ള സെറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ക്രോൺ ജോബ്സ്. ഇതാ ബോക്സിനകത്ത് മെൻഷൻ ചെയ്യാനാണോ? അതെ. ക്രോൺ ജോബിന്റെ അകത്ത്, ആ സ്കെഡ്യൂളിന്റെ അകത്ത് ക്രോൺ ജോബ് കോളൻ വേണ്ട, 0 17 ** 1 to 5 ഇല്ലേ, 0 space 17, 0 കഴിഞ്ഞ് സ്പേസ് ഉണ്ട് ശ്രുതി, സ്പേസ് 17 സ്റ്റാർ എല്ലാത്തിനും ഇടയിൽ സ്പേസ് ഉണ്ട് കേട്ടോ. 0 കഴിഞ്ഞ് 17 കഴിഞ്ഞ് സ്പേസ്, സ്റ്റാർ കഴിഞ്ഞ് അഗെയിൻ സ്പേസ്, ആ സ്റ്റാർ കഴിഞ്ഞിട്ട് അഗെയിൻ സ്പേസ്, 1 2 5 1 -5 1-5. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഫസ്റ്റ് 0 എന്ന് പറയുന്നില്ലേ, 0 എന്ന് പറഞ്ഞാല് ഡേ ഓഫ് വീക്ക്, മിനിറ്റ്. 0 എന്ന് പറഞ്ഞ മിനിറ്റ്. 17 അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഹവർ. ഓക്കെ. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാറിന്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഡേ ഓഫ് മന്ത്, അതായത് മാസത്തിൽ ഏത് ദിവസം. എനിക്കിപ്പോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റാർ എന്ന് കൊടുക്കാം. അപ്പൊ എന്റെ മീനിങ് എന്താ, എനി ഡേ ഓഫ് മന്ത്. മനസ്സിലായോ? സ്റ്റാർ എന്ന് വെച്ചാൽ എനി എന്നാണ് മീനിങ്. അതിന്റെ പൊസിഷനിലുള്ള ഡാറ്റ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡേ ഓഫ് മന്തിനെയാണ്. അപ്പൊ എനി ഡേ ഓഫ് മന്ത്. അടുത്തതോ മന്ത്, അതായത് ജാനുവരി ടു ഡിസംബർ ഏത് മന്ത്സിലൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. അവിടെ എനിക്ക് എനി മന്ത് എന്നാണ് ഞാൻ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് മന്തും സ്പെസിഫൈ ചെയ്യാനില്ല. അവസാനത്തേതാണ് ഡേ ഓഫ് വീക്ക്, അതായത് മൺഡേ ടു ഫ്രൈഡേ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ സൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നായിരിക്കും. സൺഡേയുടെ കറസ്പോണ്ടിങ് വാല്യൂ 0 ആണ്, മൺഡേയുടെ കറസ്പോണ്ടിങ് വാല്യൂ 1, ട്യൂസ്ഡേയുടെ കറസ്പോണ്ടിങ് വാല്യൂ 2. അങ്ങനെ ടോട്ടൽ ഓഫ് 7 ഡേയ്സ് ഉണ്ട്. അതിൽ 7 എന്ന് പറഞ്ഞാൽ എന്താണ്, സൺഡേ ആണ്. എനിക്ക് വേണ്ടത് മൺഡേ ടു ഫ്രൈഡേ ആണ്. അപ്പൊ ഞാൻ കൊടുത്ത വാല്യൂ എന്താണ്, 1 to 5 എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇതേ ക്രോൺ ജോബിനെ തന്നെ താഴേക്ക് പ്ലേസ് ചെയ്തോ, പോളിസിയമിലേക്കും. അപ്പൊ മന്തിന്റെ വാല്യൂ 12 ആണെങ്കിലോ, ഒരു സ്റ്റാറിന് പകരം 12 കൊടുക്കാം. എനിക്ക് ഡിസംബർ മന്തിൽ മാത്രമേ വേണ്ടൂ എന്തെങ്കിലും എങ്ങനെ ചെയ്യാം, അവിടെ 12 കൊടുത്താൽ മതി. താഴെ വരൂ, താഴേക്ക് സ്ക്രോൾ ചെയ്തോളൂ. ഇനി ബിൽഡ് സ്റ്റെപ്സ് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ബിൽഡ് സ്റ്റെപ്സ് താഴേക്ക് വന്നാൽ ബിൽഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ബിൽഡ് സ്റ്റെപ്സിൽ എക്സിക്യൂട്ട് വിൻഡോസ് ബാച്ച് കമാൻഡ്. ഇവിടെ കൊടുക്കേണ്ട ബിൽഡ് സ്റ്റെപ്സ് ഞാൻ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. അവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി.
നിങ്ങൾ ഏതൊരു പ്ലേ റൈറ്റിലെ കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ശരി, ജെൻകിൻസിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി മുൻപ് യൂസ് ചെയ്ത സെയിം കമാൻഡ്സ് തന്നെയാണ്. എന്താണ് npm ഇൻസ്റ്റാള്, nph playwright ഇൻസ്റ്റാള്, nph playwright ടെസ്റ്റ്. നമ്മൾ മുമ്പ് യൂസ് ചെയ്ത സെയിം സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ്. എല്ലാത്തിനും മുൻപ് ജെൻകിൻസിലേക്ക് വരുമ്പോൾ കോൾ എന്ന് പറഞ്ഞുകൂടെ നമ്മൾ കൊടുക്കും, സോ ദാറ്റ് ജെൻകിൻസ് അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, സേവ് ചെയ്യുക. ബിൽഡ് നൗ, വർക്ക് സ്പേസ് കഴിഞ്ഞിട്ട് ബിൽഡ് നൗ. അതോടെ എക്സിക്യൂട്ട് ആവുകയാണേ. ആർക്കും ഡാറ്റയിൽ പ്രശ്നമില്ലല്ലോ അല്ലേ? അപ്പൊ നോക്കൂ, നമ്മളുടെ ഓരോ സ്ക്രിപ്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ആവുന്ന. ഇതില് ശ്രുതിയുടെ ഇതില് ഒരു example.spec.js എന്നൊരു ഫയൽ ഉണ്ടാവും. അതാണ് ഇപ്പൊ എക്സിക്യൂട്ട് ആയത്. സെക്കൻഡ് എക്സിക്യൂട്ട് ആയത് ഏതാ? നമ്മളുടെ സൈനപ്പ് ആണ് എക്സിക്യൂട്ട് ആവുന്നത്. ലോഗിൻ. ഇതുപോലെ എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എല്ലാവർക്കും? സോന എക്സിക്യൂട്ട് ആവുന്നില്ലേ? ഓക്കെ, സോ അത് എക്സിക്യൂട്ട് ആയിക്കോട്ടെ. ഹായ് സുചിത്ര. സുചിത്ര, ജെൻകിൻസ് ഒന്ന് ഓപ്പൺ ചെയ്യോ? CMD ആദ്യം എടുക്കുക. CMDയിൽ വന്നിട്ട് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോളൂ. സുചിത്ര ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. CD space downloads. അത് കംപ്ലീറ്റ് ആവട്ടെ, എന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് കോളിനെ കൊടുത്താൽ മതി. ജെൻകിൻസ് ഈസ് അപ്പ് ആൻഡ് റണ്ണിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. യെസ്, ഇനി കൊടുക്കൂ ലോക്കൽ ഹോസ്റ്റ് കോളിന് 8080.
ഇവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം കേട്ടോ. ഇന്നലെ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ ന്യൂ ഐറ്റം കൊടുക്കൂ. ന്യൂ ഐറ്റം ഇവിടെ ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുത്തോളൂ. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ലൈവ് പ്രൊജക്ട് എന്ന് അദ്ദേഹം കൊടുത്തോളൂ. ഫ്രീ സ്റ്റൈൽ പ്രൊജക്ട്. ഓക്കെ, ഇതില് സോഴ്സ് കോഡ് മാനേജ്മെന്റ് സെക്ഷനിലേക്ക് വരൂ കേട്ടോ. അതിൽ ഗിറ്റ് സെലക്ട് ചെയ്തോളൂ. ഇനി എന്ത് ചെയ്യുക, ഗിറ്റ് ഹബില് നമ്മളൊരു റെപ്പോയിലേക്ക് നമ്മളുടെ ലൈവ് പ്രൊജക്ടിന്റെ കോഡൊക്കെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ആ URL ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. താഴേക്ക് വരൂ. ഇതിൽ ബ്രാൻഡ് സ്പെസിഫയറിൽ /master മാറ്റിയിട്ട് /main കൊടുക്കുക കേട്ടോ. ട്രിഗേഴ്സിലേക്ക് വരാം. ഇതുവരെ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾക്ക് നമ്മളുടെ ജെൻകിൻസിനെ ഗിറ്റ് ഹബുമായിട്ട് കണക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ഗിറ്റ് റെപ്പോസിറ്ററിയിൽ ചേഞ്ചസ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമാൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും ജെൻകിൻസിൽ. സോ അങ്ങനെ കൊടുക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് എന്ത് ചെയ്തത്, സോഴ്സ് കോഡ് മാനേജ്മെന്റിൽ നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററിന്റെ URL കൊടുത്തത്. ഒന്നുകൂടെ പറയോ സെന്റൻസ്? പറയാം. നമ്മൾ ഈ സോഴ്സ് കോഡ് മാനേജ്മെന്റിൽ നമ്മൾ ഗിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തില്ലേ, ഇതിന്റെ പേർപ്പസ് എന്താന്ന് വെച്ചാല് നമ്മളുടെ ഈ ജെൻകിൻസ് എന്ന് വെച്ചാൽ എന്തിനാ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾക്കിത് എക്സിക്യൂട്ടബിൾ ആയിട്ട് കാണിക്കാനായിട്ട്. സോ എനിക്ക് ഓരോ തവണയും വന്ന് ഞാനായിട്ട് തന്നെ എക്സിക്യൂട്ടബിൾ ഫയൽ കൊടുക്കുന്നതിൽ നല്ലത് എന്താ, ഇത് ഓൾറെഡി ഓട്ടോമേറ്റഡ് CI/CD ടൂളാണ്. അപ്പോൾ ഈ ടൂള് തന്നെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സൗകര്യമായില്ലേ എനിക്ക്. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഗിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എന്റെ URL-നെ ഞാൻ ലിങ്ക് ചെയ്തു. എന്റെ കോഡ് ചെയിൻസ് കിടക്കുന്ന ബ്രാഞ്ചും സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് എപ്പോഴെല്ലാം ഇത് ട്രിഗർ ആവണം അല്ലെങ്കിൽ എപ്പോഴെല്ലാം പുതിയൊരു എന്താ പറയുക എക്സിക്യൂട്ടബിൾ ഫയല് അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടക്കണം എന്നുള്ളത് ഞാനാണ് ഇതിനെ ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് യൂസ് ചെയ്യണം ഇവിടെ. ബിൽഡ് പീരിയോഡിക്കലി അതുപോലെ തന്നെ പോളിസിയും 2 എണ്ണം യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ഇതിനെ ഒരു ഫ്രീക്വൻസി സെറ്റ് ചെയ്യണം അല്ലെ. നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ഞാൻ എവറി ഡേ അറ്റ് 5 PM എനിക്കൊരു എക്സിക്യൂഷൻ പോകണം. അതായത് എല്ലാ 5 PM-ഉം എന്റെ ഗിറ്റ് റെപ്പോസിറ്ററിയിൽ പോയി ചെക്ക് ചെയ്യണം എന്തെങ്കിലും റീസെന്റ് ചേഞ്ചസ് ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ആ ചേഞ്ചസിനെ കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു എൻറ്റയർ എക്സിക്യൂഷൻ പോകണം. മനസ്സിലായോ? ഇപ്പൊ ഇത് ഷെഡ്യൂൾ ചെയ്ത ശേഷം ഇപ്പൊ സുചിത്ര ഒരു
4 PM ഒരു ചേഞ്ച് ഗിറ്റിലേക്ക് പുഷ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 5 PM ബൈ ഇറ്റ്സെൽഫ് ജെൻകിൻസ് തന്നെ ഒരു ബിൽഡ് അങ്ങ് ട്രിഗർ ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ. ആ ബിൽഡിൽ ട്രിഗർ ചെയ്യുന്ന പോയിന്റിൽ തന്നെ എന്ത് ചെയ്യും, നമ്മളുടെ ഫയൽസ് എല്ലാം എക്സിക്യൂട്ട് ആയി പോകും. സോ ഇങ്ങനെയുള്ള എന്താ പറയുക ഫ്രീക്വൻസീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രോൺ ജോബ്സ്. ഓക്കെ. ഓക്കെ. സോ ക്രോൺ ജോബ്സിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ. അതായത് ആദ്യം നമ്മൾ കൊടുക്കുന്നത് മിനിറ്റ്സ് ആണ്. എന്താ ജോബിന്റെ പേര് പറഞ്ഞു? ക്രോൺ ജോബ്, CRONJOB, ക്രോൺ ജോബ്. രണ്ട് വേർഡാണ് ക്രോൺ ജോബ്. അതിന്റെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ ആദ്യം മിനിറ്റ്സ്, നെക്സ്റ്റ് സ്പേസ് ഹവർ, സ്പേസ് ഡേ ഓഫ് മന്ത്, അടുത്തത് മന്ത്, അടുത്തത് ഡേ ഓഫ് വീക്ക്, സ്പേസ് ഡേ ഓഫ് വീക്ക്. ഇതാണ് ഫോർമാറ്റ്. ഇതിൽ ഏത് വാല്യൂസിനാണെങ്കിലും ശരി എനിക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ഇല്ല, പകരം എനി വാല്യൂ എന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഞാൻ സ്റ്റാർ എന്ന് കൊടുക്കുക അതിന് പകരം. അപ്പൊ അത് ഏത് ടൈം ചൂസ് ചെയ്യും? കണ്ടിന്യൂസ്ലി. ഇപ്പൊ ലെറ്റ്സ് സേ എനിക്ക് എനി ഡേ ഓഫ് മന്ത് എന്നാണ് എനിക്ക് പറയാനുള്ളതെങ്കിൽ ആ ഡേ ഓഫ് മന്തിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? സ്റ്റാർ എന്ന് കൊടുക്കാം. എനി ഡേ ഓഫ് വീക്ക് ആണെങ്കിൽ എനിക്ക് ആ ഡേ ഓഫ് വീക്കിന്റെ അവിടെ സ്റ്റാർ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഈ ഒരു ഫോർമാറ്റില് ഞാൻ കറന്റ്ലി സെറ്റ് ചെയ്ത ക്രോൺ ജോബ് ആണ് ഇതാ ചാറ്റിൽ ഇട്ടിട്ടുള്ളത് 017 ** 1 to 5. രണ്ട് സ്കെഡ്യൂളിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്തോളൂ. ഇതെന്തായിരിക്കും മെയിൻ ചെയ്യുന്നേ? 1 to 5 എന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ എന്നാണ് മെയിൻ ചെയ്യുന്നത്. ഓക്കെ. സൺഡേക്ക് ഡേ ഓഫ് വീക്കിൽ മാർക്ക് ചെയ്യുന്നത് 0 എന്നാണ്. സൺഡേക്ക് മാർക്ക് ചെയ്യുന്നത് 7 എന്നാണ്. അതായത് സൺഡേ എന്ന് വെച്ചാൽ 0, മൺഡേ എന്ന് വെച്ചാൽ 1, ട്യൂസ്ഡേ എന്ന് വെച്ചാൽ 2, വെനസ്ഡേ എന്ന് വെച്ചാൽ 3. ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് പോകുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇനി എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലേ? അതായത് ഇതൊരു പ്ലേ റൈറ്റ് ഫയലാണ്. ഈ പ്ലേ റൈറ്റ് ഫയലിന് ഈ കാര്യങ്ങളൊക്കെ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇതിനെ എക്സിക്യൂട്ട് ചെയ്യണം. ഈ സ്റ്റെപ്പുകളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യോ? 0 minutes 17 hours എന്ന് വെച്ചാൽ 5 PM. അവേഴ്സിന്റെ സ്ഥാനത്ത് എന്താ 17 അല്ലേ? മനസ്സിലായി. അപ്പൊ 5 PM. ഡേ ഓഫ് മന്തും സ്റ്റാർ ആണ്. അതിന്റെ അർത്ഥം എന്താ? എനി ഡേ ഓഫ് മന്ത്, എനി മന്ത്. സോ എനി ഡേ ഓഫ് മന്ത്, എനി മന്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ലൈക്ക് മൺഡേ ടു ഫ്രൈഡേ. ഇപ്പൊ ഏത് സിസ്റ്റത്തിന് തന്നെ ജെൻകിൻസിന് തന്നെ ചൂസ് ചെയ്യാം. ജെൻകിൻസ് തന്നെ ചൂസ് ചെയ്ത് എവറി ഡേ എക്സിക്യൂട്ട് ചെയ്യാം. ജെൻകിൻസ് തന്നെ ചൂസ് ചെയ്യും, ജെൻകിൻസ് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. നമ്മളായിട്ട് ചൂസ് ചെയ്ത് കൊടുക്കണ്ട, അത് ജെൻകിൻസ് ഓട്ടോമാറ്റിക്കലി ടേക്ക് കെയർ ചെയ്യും. നെക്സ്റ്റ് 1 to 5 നമ്മള് കോഡിൽ പറഞ്ഞോളൂ.
അപ്പൊ നമ്മള് കോഡില് കോഡിൽ എന്തെങ്കിലും ചേഞ്ച് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ട്രിഗർ ആവും ഇവിടെ. മൺഡേ ടു ഫ്രൈഡേ ഓട്ടോമാറ്റിക്കലി ബിൽഡ് ട്രിഗർ ആവും. അപ്പൊ നമ്മള് ഗിറ്റ് പുഷ് ഗിറ്റ് ആഡ് അതൊക്കെ കൊടുക്കണ്ട? വേണം. അതായത് അതൊക്കെ നമ്മുടെ കൊടുത്ത് അതായത് മൺഡേ ടു ഫ്രൈഡേ 5 PM നമ്മൾ ഈ ലിങ്ക് ചെയ്തിട്ടുള്ള ഗിറ്റ് റെപ്പോസിറ്ററിയിൽ പോയി ചെക്ക് ചെയ്യും ഇഫ് ദർ ഈസ് എനി ചേഞ്ച്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് എക്സിക്യൂട്ട് ചെയ്യും. അത് അവിടെ വെച്ചിട്ട് ഒരു എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായോ? സേവ് ചെയ്യൂ. അല്ല സോറി, സേവ് ചെയ്യല്ല, ബിൽഡ് സ്റ്റെപ്സ് കൊടുക്കൂ കേട്ടോ. ബിൽഡ് സ്റ്റെപ്സിൽ എക്സിക്യൂട്ട് വിൻഡോസ് ബാച്ച് കമാൻഡ്. ഞാൻ ഇപ്പൊ കുറച്ച് കമാൻഡ്സ് ചാറ്റിൽ തന്നിട്ടുണ്ട്, ഒന്ന് പ്ലേസ് ചെയ്തേ. ഇതില് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കമാൻഡ്സ് തന്നെയാ അല്ലേ? npm ഇൻസ്റ്റാള്, പിന്നെ npx പ്ലേറൈറ്റ് ഇൻസ്റ്റാള്, npx പ്ലേറൈറ്റ് ടെസ്റ്റ്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കമാൻഡ്സ് തന്നെയാണ്. അതിനെ ജെൻകിൻസിൽ എക്സിക്യൂട്ടബിൾ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൾ എന്ന് പറഞ്ഞും കൂടെ ചേർക്കുന്നു. ഓക്കെ, സേവ് കൊടുത്തോളൂ. ബിൽഡ് നൗ. ബിൽഡ് നൗ അതാ വർക്ക് സ്പേസിന് തൊട്ട് താഴെ. ബാക്കിയുള്ളവരുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയോ? നീമ, ശ്രുതി, സോന, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയോ? ഫെയിലായി. എന്തായിരുന്നു ഫെയിലിയറിലോ? ഏതെങ്കിലും ടെസ്റ്റ് കേസ് ഫെയിലിയർ ആണോ? അതെങ്ങനെ മനസ്സിലാവുക? സ്ക്രീൻ ഷെയർ ചെയ്യിക്കാമേ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അതില് സുചിത്ര ആ ഒരു 1 എന്ന് പറഞ്ഞ് റൺ ചെയ്യുന്നില്ലേ, അതിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു താഴേക്ക് ഒരു ആരോ മാർക്ക്. അതൊന്ന് ക്ലിക്ക് ചെയ്തേ. അതിൽ കൺസോൾ ഔട്ട്പുട്ട്. അയ്യോ, എന്താ ഫെയിൽ ആയതാണോ? കൺസോൾ ഔട്ട്പുട്ട് കൊടുത്തേ, ഇതോ ക്യാൻസൽ ചെയ്തതാണോ? ഇല്ല, ഞാൻ പ്രസ് ചെയ്തില്ലായിരുന്നു. ഓക്കെ, എന്തോ ഫെയിലിയർ വന്നിട്ടുണ്ട്, നോക്കാം. താഴേക്ക് വന്നേ. Cannot find @playwright/test. Cannot find @playwright/test. താഴേക്ക് വരൂ. ഒരു വട്ടം കൂടെ ബിൽഡ് ഒന്ന് ട്രിഗർ ചെയ്യണേ. ഒരു വട്ടം കൂടെ ബിൽഡ് നൗ കൊടുക്കണേ. ഇതേപോലെയാണോ? അല്ലല്ല, എഡിറ്റ് ബിൽഡ് ഇൻഫർമേഷൻ അല്ല. ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് ലൈവ് പ്രൊജക്ടിന്റെ അവിടെ ക്ലിക്ക് ചെയ്തേ. ബിൽഡ് നൗ. അതവിടെ എക്സിക്യൂട്ട് ആവട്ടെ, ഇപ്പൊ ടച്ച് ചെയ്യണ്ട കേട്ടോ. ഇത് ഫെയിലിയർ ആവുന്നുണ്ടോന്ന് നോക്കാം. പാസ്സായല്ലോ ബാക്കിയുള്ളവർക്ക്. ഇത് ഈ പാർട്ടൊക്കെ എക്സിക്യൂട്ട് ആയി പോയല്ലോ. ഇതെടുത്തേ, 2 എന്ന് ക്ലിക്ക് ചെയ്ത് സെയിം തന്നെയാണോ എന്ന് നോക്കട്ടെ. കൺസോൾ ഔട്ട്പുട്ട് ഏറ്റവും ലോ മോസ്റ്റ് പാർട്ടിലേക്ക് വന്നേ. സൈനപ്പ് സ്പെഡ്ജേഴ്സിൽ എറർ ഉണ്ടല്ലോ.
സൈനപ്പ് സ്പെക്ജേസ് അല്ല, മുകളിലേക്ക് പോയിക്കേ. സൈനപ്പ് സ്പെക്ജേസിലല്ല എറർ. @playwright/testനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്. മുകളിൽ പോയിക്കേ. nph playwright മുകളിലേക്ക് പോട്ടെ. ഒരു കാര്യം ചെയ്ത npm install @playwright/test എന്ന് പറഞ്ഞിട്ടില്ല, കമാൻഡ് ഒന്ന് കോപ്പി എടുത്തേ. ഇനി എന്ത് ചെയ്യാ, തിരിച്ച് ജാവാസ്ക്രിപ്റ്റ് ലൈവ് പ്രൊജക്റ്റിലേക്ക് പോയിട്ട് കോൺഫിഗറിൽ പോവാ. ചിലപ്പോൾ ഡൗൺലോഡിങ്ങിൽ വന്ന പ്രശ്നമായിരിക്കാം. ബിൽഡ് സ്റ്റെപ്സിൽ പോവാ. npm install കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ടൈപ്പ് ചെയ്തേ കോൾ സ്പേസ് സേവ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. എടുത്തേ, എടുക്കൂ. ലാസ്റ്റ് ഏറ്റവും ടോപ്പ് ലോവർ മോസ്റ്റിലേക്ക് വരും. ലോഗിൻ സ്പെക്ജേസില് ഏതാ എറർ കാണിക്കുന്നത് signup.js cannot find module pages /login.js. എല്ലാ ചേഞ്ചസും ഒരുപോലെ പുഷ് ആയില്ലായിരുന്നോ? ആയി. ബാക്കി ചേഞ്ചസ് എവിടെടാ? ഏതാ? നമ്മുടെ പേജസ് ഫോൾഡർ ഇതൊക്കെ എവിടെ പോയി? ഞാൻ ആ കമാൻഡ്സ് യൂസ് ചെയ്താണ് പുഷ് ചെയ്തേ. മുഴുവൻ പുഷ് ആയിട്ടില്ല, അതുകൊണ്ടാണ് എറർ അടിക്കുന്നത്. കോഡിലുള്ള ഇഷ്യൂ, അതായത് ഗിറ്റിലുള്ള കോഡിന്റെ ഇഷ്യൂ കാരണമാ. കമാൻഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഒരു വട്ടം കൂടെ ഗിറ്റിലേക്ക് കോഡെല്ലാം പുഷ് ചെയ്തേ. ഇത് തന്നെയല്ലേ കമാൻഡ്സ്? തന്നെ. എനിക്ക് ആദ്യം ഞാൻ git push -u origin main കൊടുത്തപ്പോ ഫെയിൽ ഫെയിൽഡ് വന്നു. അപ്പോൾ git pull rebase കൊടുത്തു. അഗൈൻ പുഷ് കൊടുത്തില്ലേ? കൊടുത്തു. ഒരു വട്ടം കൂടി ചെയ്തേ നോക്കട്ടെ. കോഡ് മുഴുവൻ പുഷ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ കോഡിലേക്ക് വന്നേ. ആദ്യത്തെ കമാൻഡ് git init വേണ്ട, git സ്പേസ് add സ്പേസ് ഡോട്ട് അവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ടെസ്റ്റ് വേണ്ട, cd ടെസ്റ്റ് പോയ അതാണ് ഇഷ്യൂ. cd ടെസ്റ്റ് കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നേ? ടെസ്റ്റ് മാത്രമല്ലേ പുഷ് ആവുന്നേ. എന്റെ പ്രൊജക്റ്റ് അല്ലേ നമുക്ക് പുഷ് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് ഡിപ്പെൻഡൻസീസ് കിട്ടുള്ളൂ. എന്താ ഡെമോ പ്രൊജക്റ്റ് അല്ലേ, ഡെമോ_ പ്രൊജക്റ്റ് അല്ലേ നമ്മുടെ സൈറ്റ്, നമ്മുടെ URL. അതാണ്. ഞാൻ ഇനിറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണോ? ഇനിറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണ്ട, ആഡ് തൊട്ട് മതി. ഇതെടുത്ത് VS Code എടുത്ത് നോട്ട് എ ഗിറ്റ് റിപ്പോസിറ്ററി. ഓക്കെ, ഗിറ്റ് സ്പേസ് ഇനിറ്റ് തന്നെ കൊടുത്തോന്ന്. ഗിറ്റ് ഇനിറ്റോട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഗിറ്റ് ഇനിറ്റ് അടുത്ത കമാൻഡ് കൊടുക്കും. ഗിറ്റിന്റെ ആഡ് സ്പേസ് ഡോട്ട് കൊടുത്താൽ ഓക്കെ. ഒരു കാര്യം ചെയ്യാം, വേണ്ട ഡിലീറ്റ് ചെയ്യണ്ട. ആസ് ഓഫ് നൗ ഇവിടെ നിൽക്കട്ടെ. കമാൻഡ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. ചെയ്യൂ. നമുക്ക് ആദ്യം ഒറിജിൻ സെറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആഡ് കൊടുത്താൽ മതി, പ്രശ്നമില്ല.
ഗിറ്റ് അപ്പൊ ഈ കമ്മിറ്റ് റെപ്പോസിറ്ററിന്റെ അകത്തൊരു റെപ്പോസിറ്ററി ആവില്ലേ? ഇല്ല അതാവൂല. ടൈപ്പ് ചെയ്യൂ ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ ഗിറ്റ് റെപ്പോന്റെ URL കൊടുത്തേ. ഗിറ്റ് ബ്രാഞ്ച് എൻ്റർ അടിച്ചേ. ഒന്നും കാണിക്കുന്നില്ല. ഗിറ്റ് കമ്മിറ്റ് മെസ്സേജ് കൊടുത്തേ. ഗിറ്റ് കമ്മിറ്റ് സ്പേസ് ഹൈഫൺ ഡബിൾ കോട്ട്സിൽ എന്തെങ്കിലും കമ്മിറ്റ് മെസ്സേജ് കൊടുത്തോളൂ. പ്രൊജക്ട് ചേഞ്ചസ് എങ്ങാനും കൊടുത്തോളൂ. എന്താ ശ്രുതി? കമ്മിറ്റിന്റെ സ്പെല്ലിംഗ് തെറ്റല്ലേ? Git push space hyphen u origin main. Origin main. Git pull rebase. Git pull space hyphen rebase origin main. Push കൊടുത്തന്നോടെ git ഞാൻ ബ്രാഞ്ചിൽ ഒന്ന് പോയി നോക്കിക്കേ റെപ്പോസിറ്ററി. ഓക്കെ, ഇനി നമ്മുടെ ജെൻകിൻസിൽ വന്നിട്ട് ഒന്നിട്ട് ബിൽഡ് ട്രിഗർ ചെയ്ത് നോക്കൂ. അഗൈൻ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എടുത്തേ റെപ്പോസിറ്ററി എടുത്തേ, അത് ഐഡന്റിഫൈ ചെയ്യത്തില്ല. ബിക്കോസ് ഓക്കെ ടെസ്റ്റ് ഉണ്ട്. ഫൈൻ, പക്ഷെ എടുത്തോളൂ, കോഡ് എടുത്തോളൂ. ബിൽഡ് ഫോർ നൗ എക്സിക്യൂഷൻ ഇത് ഓക്കെയാണ്. പക്ഷെ സുചിത്ര ഇത് ലൈക്ക് എന്തെങ്കിലും ഒരു റെഫറലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് സുചിത്ര ഇത് ഈ റെപ്പോസിറ്ററി ഷെയർ ചെയ്യണം എന്നുള്ള രീതിക്കാണെങ്കിൽ വേറെ ഒരു റെപ്പോയിലേക്ക് കോഡ് ചേഞ്ചസ് കൊടുത്ത ശേഷം കോഡ് ചേഞ്ചസ് പുഷ് ചെയ്ത് വെച്ചിട്ടേ കൊടുക്കാവൂ കേട്ടോ. കാരണം ഇപ്പോൾ ഇതിൽ കുറച്ച് അൺസ്ട്രക്ചേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഒന്നിനും എടുത്തേ ഫോർ പറഞ്ഞുതരാം. അൺസ്ട്രക്ചേർഡ് ആയിട്ട് റെപ്പോയിൽ കിടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്താ എറർ ഒന്ന് നോക്കട്ടെ. നോട്ട് ടെസ്റ്റ് ഫൗണ്ടേഴ്സ്. ഒരു കാര്യം ചെയ്യാം സുചിത്ര, വേറൊരു ഇത് ക്രിയേറ്റ് ചെയ്യാം. ഒരു റെപ്പോ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ റെപ്പോയിലേക്ക് എല്ലാ ചേഞ്ചസിനെയും ഒരുമിച്ച് പുഷ് ചെയ്യാം, സിംഗിൾ ഗോയില്. ഇപ്പൊ എന്താ പറ്റിയ അറിയോ? ഇപ്പൊ ഈ ടെസ്റ്റ് എന്ന ഫോൾഡറിന്റെ അകത്ത് ചേഞ്ചസ് ഉണ്ട്, പക്ഷെ ആ ചേഞ്ചസിനെ പിക്ക് ചെയ്യുമ്പോഴേക്കും പുറത്ത് വേറെ കുറെ സ്പെക്ജേസ് ഫയൽസ് ആണ് കാണുന്നത്. നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല് സുചിത്രയുടെ ഇതിലുള്ള കോഡ് കറക്റ്റാ. ഇതില് വർക്ക് സ്പേസിലുള്ള കോഡും സ്ട്രക്ചറും കറക്റ്റ് ആണ്. ഇവിടേക്ക് ആദ്യം ഏതാ നമ്മളുടെ ടെസ്റ്റിന്റെ അകത്തുള്ള ഡാറ്റയെ മാത്രം കമ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ ഒരു കോൺഫ്ലിക്റ്റ് വന്നത്. ഇത് റിസോൾവ് ചെയ്യാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും എന്താന്ന് വെച്ചാലേ പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് എൻറ്റയർ ആയിട്ട് കോഡ് പുഷ് ചെയ്യാം. ഓക്കെ, എൻറ്റയർ ആയിട്ടുള്ള കോഡ് പുഷ് ചെയ്ത ശേഷം നമ്മളുടെ ഈ ജെൻകിൻസ് ഇല്ലേ, ജെൻകിൻസിൽ വന്നിട്ട് ആ ഗിറ്റിന്റെ റെപ്പോസിറ്ററി മാറ്റി കൊടുക്കുക.
നമ്മള് സോഴ്സ് കോഡിൽ വന്നിട്ട് സോഴ്സ് കോഡ് മാനേജ്മെന്റിൽ വന്നിട്ട് നമ്മള് ഗിറ്റ് റെപ്പോസിറ്ററി കൊടുത്തില്ലായിരുന്നോ? ആ അവിടെ തന്നെ ഈ URL മാറ്റിയിട്ട് പുതിയ റെപ്പോ URL കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ശരിയായില്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോ സുചിത്ര ഒരു കാര്യം കൂടെ ചെയ്യണേ. അതായത് അതില് ഒറിജിൻ റീസെറ്റ് ചെയ്യേണ്ടി വരും നമ്മള്. ഞാൻ പറഞ്ഞു റെപ്പോ ക്രിയേറ്റ് ചെയ്തില്ലേ? VS കോഡിലേക്ക് വന്നേ. ഗിറ്റ് ഇനിറ്റ് കൊടുക്കൂ. പിന്നെ ഗിറ്റ് ആഡ് സ്പേസ് ഡോട്ട് കൊടുത്തോളൂ. കമ്മിറ്റ് കൊടുക്കാം. ഗിറ്റ് റിമോട്ട് ആഡ് അല്ല, ഇത്തവണ ഗിറ്റ് റിമോട്ട് സെറ്റ് ഹൈഫൺ URL. ആഡിന് പകരം ഗിറ്റ് റിമോട്ട് ആഡിന് പകരം കൊടുക്കൂ ഗിറ്റ് റിമോട്ട് സെറ്റ് ഹൈഫൺ URL. സെറ്റ് സ്പേസ് ഇല്ല, സെറ്റ് ഹൈഫൺ URL സിംഗിൾ വേർഡ് ആണ്. സെറ്റ് ഹൈഫൺ URL അങ്ങനെയല്ല, ഹൈഫൺ URL വേർഡ് തന്നെ. അത് കോപ്പി പേസ്റ്റ് ചെയ്യണം. നമുക്ക് അവിടെ വെച്ചോളൂ. URL സ്മോൾ ലെറ്റർ URL ഒറിജിൻ സ്പേസ് ഒറിജിൻ URL കൊടുത്തോളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഗിറ്റ് കമ്മിറ്റ്, ഗിറ്റ് പുഷ്, അതൊക്കെ ആസ് ഇറ്റ് ഈസ് തന്നെ. On branch main, we're up to date with the origin / main. On branch ഒരു കാര്യം ചെയ്യൂ. git push വർക്ക് ചെയ്യില്ല നിക്കേ. On branch main your branch is up to date. Okay, ഇപ്പോഴും അതിൽ ക്യാഷ് ഡാറ്റ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ ക്യാഷ് ഡാറ്റ ഇനി ക്ലിയർ ചെയ്യണം. ഒന്ന് ഗിറ്റ് സ്റ്റാറ്റസ് ഒന്ന് സെർച്ച് ചെയ്യോ. ഗിറ്റ് സ്റ്റാറ്റസ് എന്താണ്? ഓൺ ബ്രാഞ്ച് മെയിൻ യു ആർ അപ് ടു ഡേറ്റ് അല്ലേ? ഗിറ്റ് സ്പേസ് റിമോട്ട് സ്പേസ് ഹൈഫൺ v എന്റർ അടിച്ചു. പ്ലേറേറ്റ് ഡെമോയിലേക്കാണ് പോയിട്ടുള്ളത്. ഇപ്പൊ അത് പുതിയ ഇതല്ലേ? പുതിയതല്ലേ? ഫെച്ചും പുഷും ഉള്ളത് പ്ലേറേറ്റ് ഡെമോയിൽ തന്നെയാണ്. അവിടെ ഇഷ്യൂ വരാൻ പാടില്ല.
ഇനി അടുത്ത കമാൻഡ് കൊടുത്തേ git push space -u origin main. ക്യാഷ് ഡാറ്റ കിടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പുഷ് ആവേണ്ടതാണ്. git pull space -, rebase. അയ്യോ എവിടെ പോയി? അയ്യോ അയ്യോ എന്റെ ദൈവമേ. എന്താ പഠിച്ചോനെ? One second. git status check ചെയ്തേ. ഒരു കാര്യം ചെയ്യൂ, git space rebase space - abort. No rebase in progress. Okay. അടുത്ത കമാൻഡ് കൊടുക്കൂ git reflog സ്പേസ് ഇല്ല വിതൗട്ട് സ്പേസ്. ഓക്കെ. അടുത്ത കമാൻഡ് കൊടുത്ത് git reset -hard hard hard പ്രൊജക്ട് ചേഞ്ചസ് അല്ലായിരുന്നോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഇതിന് കൊടുത്ത ടൈറ്റിൽ, കമ്മിറ്റിന് കൊടുത്ത ടൈറ്റിൽ പ്രൊജക്ട് ചേഞ്ചസ് അല്ലായിരുന്നോ? പ്രോജക്റ്റ് ചേഞ്ചസ്. അതെ. ആ പ്രൊജക്ട് ചേഞ്ചസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ചേഞ്ചസ് അവിടെ ഉണ്ടല്ലോ അല്ലേ? താഴെ വരൂ. പ്രൊജക്ട് ചേഞ്ചസിൽ സ്പേസ് -, കഴിഞ്ഞിട്ട് സ്പേസ് കൊടുക്കൂ. head@ ക്യാപിറ്റൽ ലെറ്റർ ആണേ, ക്യാപിറ്റൽ ലെറ്റർ head സ്പേസ് ഇല്ലാതെ കേളി ബ്രാക്കറ്റ്സിൽ 3 കേളി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യും. എന്റർ അടിച്ചേ. ടൈപ്പ് ചെയ്യൂ git push -force ക്യാപ്സിൽ ആണോ? എല്ലാം സ്മോൾ -with -lease സ്പേസിന് മുന്നേ, സ്പേസിന് തൊട്ട് മുൻപ് ഹൈഫണിന് തൊട്ട് സ്പേസ് ഇല്ല. -with -lease വിത്തോ? with WATH with -lease lease lease space origin space main. എന്റർ അടിച്ചാ. എവറിത്തിങ് അപ് ടു ഡേറ്റ് എന്നാണ് വരുന്നത്. അടുത്തൊരു കമാൻഡ് കൊടുത്തേ git reflog space - one line space -10. എന്റർ അടിച്ചാ. returning to refs heads main. One second നോക്കട്ടെ കേട്ടോ.
ഞാൻ പറയുന്ന കമാൻഡ് കൊടുക്കണേ. git reflog enter അടിച്ചു. ഇനി അതില് പ്രൊജക്ട് ചെയിൻസിന്റെ അവിടെ ഒരു കോഡ് 21898C0 പ്രൊജക്ട് ചേഞ്ചസിന്റെ അവിടെ കോഡ് എടുത്തോളൂ. git reset -hard small letter space ഈ ഒരു പേസ്റ്റ് ചെയ്യൂ. എൻ്റർ അടിക്കൂ. ഓക്കെ, ചേഞ്ച് എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? പേജസ് ഉണ്ട്. ഓക്കെ, എല്ലാ ചേഞ്ചസും കിട്ടിയില്ലേ? വേറെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ജേസൺ അവിടെ തന്നെ ഉണ്ട്. യൂട്ടിൽസ് എല്ലാം കിട്ടിയല്ലോ അല്ലേ? എന്റെ ഓക്കെ, ഫയല് ഒരു കാര്യം ചെയ്യൂ, അതായത് ഈ ഒരു എന്താ പറയാ, ഇതിനെ ടച്ച് ചെയ്യരുത്. ഓക്കെ, ഇത് ആസ് ഓഫ് നൗ എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിൽ ചേഞ്ചസ് ഉണ്ടല്ലോ, വേറൊരു വർക്ക് സ്പേസിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതായത് പ്രൊജക്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഏതൊക്കെ നമ്മൾ നോർമലി ചെയ്യുന്ന ഇൻസ്റ്റലേഷൻ സ്റ്റെപ്സ് ഉണ്ടല്ലോ അതെല്ലാം അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. അതിനുശേഷം നമ്മുടെ കോൺസ്റ്റൻസ്, പേജസ്, അതുപോലെ തന്നെ ഏതാണ് ടെസ്റ്റ്സ്, യൂട്ടിൽസ്. എനിക്ക് ആ കമാൻഡ്സ് ഒന്ന് സെൻഡ് ചെയ്യാവോ? ഏതിന്റെ ആണോ? ഇൻസ്റ്റലേഷന്റെ ആണോ? ഇൻസ്റ്റലേഷന്റെ കമാൻഡ്സ് ഇതാ ഞാൻ ഈ തന്നതിൽ തന്നെ ഉണ്ട്, താഴെ വാ. ഈ കിടക്കുന്നത് അല്ലേ? കോൾ ഇല്ലാത്തത് npm install playwright install playwright install. ഇതന്നെ. പിന്നെ അഡീഷണൽ ആയിട്ട് npm init space -y. ഏതാണ്? npm init space -y. ഓക്കേ. ഈ ഇത്രയും കമാൻഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാ, അത് പുതിയൊരു വർക്ക് സ്പേസിൽ ഇനി എന്ത് ചെയ്യാവൂ, ഗിറ്റ് റെപ്പോയിലേക്ക് കോഡ് പുഷ് ചെയ്യാവൂ കേട്ടോ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കൂ, ഇല്ലേ പിന്നെ നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യം ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഒരു കാര്യം കൂടെ, ഇവിടെ നോക്കി ലോഗിൻ സ്പെക്ജേസിന്റെ ആവശ്യമില്ലല്ലോ. പുറത്തു വന്നു, എക്സാമ്പിളും പുറത്തു വന്നു, പെർച്ചേസും പുറത്തു വന്നു. അതിപ്പോ ഇതെന്നാണ് ആ റെപ്പോസിറ്ററിന്നാണ് കോഡ് പുഷ് ആയിട്ടുള്ളത്, മനസ്സിലായോ? അപ്പൊ ഡിലീറ്റ് ചെയ്യട്ടെ? ഒരു കാര്യം ചെയ്യൂ, ഡിലീറ്റ് ചെയ്തിട്ടെ ഒരു തവണ കൂടി വേണ്ട, റിസ്ക് ആണ്, കൂടി പോയാലേ പണിയാണ്, വേണ്ട. ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോൾഡർ മാത്രം കറക്റ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നാളെ ഇതിന്റെ ഫോൾഡറിന്റെ റീസ്ട്രക്ചറിങ് ചെയ്യാം. എന്താ ചെയ്ത് വെക്കേണ്ടത്? ഇതില് ഇപ്പൊ നമ്മളുടെ ഫോൾഡർ സ്ട്രക്ചർ എങ്ങനെയാണ്, ടെസ്റ്റ്, പേജസ്, കോൺസ്റ്റൻസ് അല്ലേ ഉണ്ടായിരുന്നേ, ആ ഫോർമാറ്റിൽ തന്നെ ആക്കി വെച്ചോളൂ. പിന്നെ നമുക്കിപ്പോ മറ്റേ ഗിറ്റ് റെപ്പോ എന്ന് അഡീഷണലി വന്നിട്ടുള്ള readme.md എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫയൽസ് ഇല്ലേ, ആ ഫയൽസും അത് ഡിലീറ്റ് ചെയ്തിട്ട് വെച്ചോളൂ. നമുക്ക് ബാക്കി നാളെ ചെയ്യാം. ഓക്കെ, ഈ രണ്ട് റീഡ്മിയും ഡിലീറ്റ് ചെയ്യാലോ അല്ലേ? റീഡ്മി ഡിലീറ്റ് ചെയ്യാം. ഈ ടെസ്റ്റിന്റെ അകത്ത് കിടക്കുന്ന റീഡ്മി ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ന്യൂ ഫോൾഡർ ഒക്കെ നാളെ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്? നാളെ ചെയ്തോളൂ, അതായിരിക്കും. അല്ല, തന്നെ ചെയ്യാമെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, ശരി. ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആദ്യം ഇനീഷ്യലൈസേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ കോപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്? അതെ. കോപ്പി ചുമ്മാ നമുക്ക് കോപ്പി ചെയ്ത് അതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം, നമുക്ക് നോക്കാം കേട്ടോ.
നമുക്ക് നോക്കാമേ. ശരി ശരി ഓക്കെ. ഓക്കേടാ, ശരി. താങ്ക് യു. Thank you.